അപ്പോൾ അടുത്ത വണ്ടി സെലേറിയോ? സെലേറിയോ ആണ്, മാനുവലാണ്. മാനുവലാണ്. ഓക്കെ. 17 ഇയോൺ ആണ്. ഇത് വന്നിട്ട് നമുക്ക് 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ആണ് തന്നെയാണ്. 2015 ഇയോൺ ആണ്. 2015 വണ്ടി. 16 ഇയോൺ ആണ്. 16 വണ്ടി. ഓക്കെ. ഓട്ടോ കേട്ടൺ ആണ്. 2018 ഓട്ടോമാറ്റിക് ആണ്. 18 ഓട്ടോമാറ്റിക്. ക്വിഡ് ആണ്. നമുക്ക് 2016 വണ്ടിയാണ്. 16 വണ്ടി. 16 മാനുവൽ. നമസ്കാരം, ഒരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴും ട്രസ്റ്റ് ആൻഡ് ഡ്രൈവിലാണ്. ലൊക്കേഷൻ വരുന്നത് കഴക്കൂട്ടം ചന്തവിളയിലാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവിളയിലാണ്. ഇപ്പോൾ ഈ എപ്പിസോഡിൽ അത്യാവശ്യം ബഡ്ജറ്റുകാരുടെ കളക്ഷനാണ് വരുന്നത്. അത്യാവശ്യം ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇയോണിൻ്റെ കളക്ഷൻ ഉണ്ട്, അതേമാതിരി ലോ ബഡ്ജറ്റ് കാറുകളുടെ കളക്ഷനാണ് വരുന്നത്. ലൊക്കേഷൻ എന്ന് പറയാം തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തവിള. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊരു വിഷയം ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളത് മോഹിത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വണ്ടിയുള്ള കളക്ഷൻ അല്ലേ? ഓക്കെ. നമ്മൾ ലോൺ 2010 മുതൽ ലോണുകൾ വരുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് വണ്ടി ഏതാണ്? നമ്മൾ ഇയോൺ ആണ്. 2016 ഇയോൺ ആണ്. 16 വണ്ടി. ഓക്കെ. മാഗ്ന വരുന്നുണ്ട് അല്ലേ? ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? 3rd ഓണർ ആണ് വണ്ടി. കിലോമീറ്റർ വന്നിട്ട് 65,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് കാര്യത്തിൽ വരുന്നുണ്ടോ? ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒക്കെ ആവറേജ് ടയറുണ്ട് അല്ലേ? ആവറേജ് ടയറുണ്ട്. സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട് അല്ലേ? വേറെ മാഗ്ന അല്ലേ? മാഗ്നയാണ്. അപ്പം ഹ്യുണ്ടായി ഇയോൺ 2016 വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. കമ്പനി സർവീസ്. നമുക്ക് 255 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ലോൺ എത്ര കയറും? നമുക്കൊരു 180 അറേഞ്ച് ചെയ്യാൻ പറ്റും. എടുത്തോണ്ട് നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഇയോൺ തന്നെയാണ്. 2015 ഇയോൺ ആണ്. 2015 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർ ആണ്. 55,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസ്. എറ പ്ലസ് ആണ് വരുന്നത്. എറ പ്ലസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ ആണ്. പക്ഷെ ബോഡിയൊക്കെ നീറ്റ് ആണല്ലേ? നീറ്റാണ് വണ്ടി. കുഴപ്പമൊന്നുമില്ല. ഇല്ല. സീറ്റോർ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. എറ പ്ലസ് ആകുമ്പോഴത്തേക്കും AC, പവർ സ്റ്റിയറിംഗ്, ടൂഡോർ പവർ വിൻഡോ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നില്ല, അത്രേ ഉള്ളൂ. അഡീഷണൽ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇയോണാകുമ്പോൾ മൈലേജ് ഒരു 18 കിട്ടൂലേ? 18 സിറ്റി എന്തായാലും 18 കിട്ടും. 18 കിട്ടും. അപ്പോൾ എത്ര ആയി കൊടുക്കാം? നമുക്ക് 265 റേറ്റ് വരുന്നത്. നമുക്ക് ഇയർ നേരത്തെ പറഞ്ഞ മാറിപ്പോ 2016 ആണ്. 2016 എത്ര പറഞ്ഞേ? 15 ആണ് പറഞ്ഞത്. ഒരു വർഷം കുറഞ്ഞു പോയി. ഓക്കെ. അപ്പോൾ 265 കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. ലോൺ എങ്ങനെ വരും? ലോൺ നമുക്കൊരു 2 രൂപ റേഞ്ചിന് കൊടുക്കാൻ പറ്റും. ശരി, അടുത്തോണ്ട് നോക്കാം. അടുത്ത വണ്ടി ഇയോൺ ആണ് വരുന്നത്. 2017 ഇയോൺ ആണ്. ഇത് വന്നിട്ട് നമുക്ക് 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ ആണ്. 2017 വണ്ടി, 1 ലിറ്റർ എഞ്ചിൻ. 3rd ഓണർ ആണ്. 3rd ഓണർഷിപ്പ് ആയല്ലേ? കിലോമീറ്റർ ആയി? കിലോമീറ്റർ നമുക്ക് 30,000 ഓടിയിട്ടുള്ളൂ. ഫാമിലിയിൽ മാറിയതാണ്. ഓക്കെ. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് എല്ലാം ആയിട്ടുണ്ടോ? റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നോക്കാം. 1 ലിറ്റർ ആകുമ്പോൾ എങ്ങനെ മൈലേജ് വരുന്നത്? മൈലേജ് നമുക്കൊരു 18. മൈലേജ് വ്യത്യാസം വരില്ലേ? 17-18 ആ റേഞ്ച്. മറ്റേ 800 ആയിട്ട് വലിയ വ്യത്യാസം വരില്ല? 800 ആകുമ്പോൾ നമുക്കൊരു 20 മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് 800-ല്. ഇതിൽ പക്ഷേ ചെറിയ വ്യത്യാസം വരും അല്ലേ? ഓക്കെ. ഇത് വേരിയന്റ് മാഗ്നയാണോ? സ്പോർട്സ് ആണ്. സിംഗിൾ എയർ ബാഗ് വരുന്ന മോഡലാണ്. പിന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ടൂഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇയോൺ 1 ലിറ്റർ എഞ്ചിൻ. അപ്പോൾ ഇതെങ്ങനെ വില? ഇത് നമുക്ക് വില വന്നിട്ട് 295 വരും. 295. ഓക്കെ. ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ലോൺ എങ്ങനെ വരും? നമുക്ക് 2-2.25 ചെയ്യാൻ പറ്റും. ശരി, അടുത്തോണ്ട് നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി ക്വിഡ് ആണ്. നമുക്ക് 2016 വണ്ടിയാണ്. 16 വണ്ടി. 16 മാനുവൽ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ വന്നിട്ട് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 77,000 കിലോമീറ്റർ ഓടി അല്ലേ? RXZ ആണ്. ടോപ്പൻ വണ്ടി അല്ലേ? ഓക്കെ. പക്ഷെ വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണോ പുറത്താണോ? ഇത് കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററിയിലുള്ളതാണ്. റീപ്ലേസ്മെന്റ് ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. ടോപ്പൻ്റെ വണ്ടി അല്ലേ? ടോപ്പൻ എന്ന് പറയുന്നത് ടൂ ഡോർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ. അതിന് ടോപ്പൻ്റെ, ഈ വണ്ടി ടോപ്പൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ടൂ ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. 70,000 കിലോമീറ്റർ ആയി. കിഡ് 1 ലിറ്റർ. ഇത് മറ്റേ ഇതല്ലേ? 800. അപ്പം
മൈലേജ് എത്ര വരും? അത് നമുക്ക് ഒരു 18-20 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പ്രൈസ് നമുക്ക് 2.5 വരുന്നത്. 2.5 പ്രൈസ് വരുന്നത്. ഓക്കെ. ലോൺ അപ്പോൾ എങ്ങനെയായിരുന്നു? ലോൺ ഒരു 1.80 ആ റേഞ്ചിൽ ലോൺ ചെയ്യാം. ശരി, അടുത്ത വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി ഇയോൺ ആണ്. 2016 ആണ്. 16 ഇയോൺ ആണ്. ഇതേതാ? സിംഗിൾ ഓണർ ഇറയാണ്. അല്ല 1 ലിറ്റർ ആണോ 800 ആണോ? 800. ഓക്കെ, ശരി. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ. ഇത് എങ്ങനെ കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ്. കമ്പനി സർവീസാണ്. നിങ്ങളുടെ വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാം കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. അല്ല പുറത്തുള്ള സർവീസുള്ള വണ്ടികൾ കുറവാണ്. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നമ്പർ വിസിബിൾ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് സംശയം. ഇന്റീരിയർ നല്ല നീറ്റ് ആണ് കേട്ടോ, അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ് അല്ലേ ഇത്? ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ബ്രോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്ക്രാച്ചസ് ഒക്കെ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതിൽ കെൻവേർഡിന്റെ സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, പിന്നെ AC വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അല്ലേ? ഇത് വേറെ ഏതായിരുന്നു? ഇറയാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാ വില? ഇതിന്റെ വില വന്നിട്ട് നമുക്ക് 2.45 വരും. 2.45 ആസ്കിംഗ് ആണ്. നെഗോഷ്യബിൾ ആണ്. ലോൺ എങ്ങനെ വരും? നമുക്ക് 1.60-1.70 വരെ ചെയ്യും. റേഞ്ച് വരും. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ ആണ്. 2018 ഓട്ടോമാറ്റിക് ആണ്. 18 ഓട്ടോമാറ്റിക്. ഓക്കെ, 2018 വണ്ടി ഓട്ടോമാറ്റിക്, ട്രിവാൻഡ്രം വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർ 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. VXi ആണ്. ടയർ കണ്ടീഷൻ ഒക്കെ ഏതാണ്ട് ആവറേജ് ആണ്. മാറാറായി. ഫ്രണ്ട് വലിയ കുഴപ്പമില്ല, ബാക്ക് ഏതാണ്ട്. പക്ഷെ ബോഡിയൊക്കെ നീറ്റ് ആണ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇന്റീരിയറും സീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇത് കമ്പനി സർവീസ് ആണല്ലോ? ആൾട്ടോ കേട്ടൺ മൈലേജ് ഒരു 18 വരില്ലേ? ഓട്ടോമാറ്റിക് 15-16 റേഞ്ച് തന്നെ അല്ലേ? ഇവിടുത്തെ സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ലേ? അപ്പം ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക് VXi എത്രയ്ക്ക് കൊടുക്കാം? 4.40 കൊടുക്കാം. 4.40 ആസ്കിംഗ് ആണ്. കുറച്ച് കൊടുക്കണം. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 3.25 റേഞ്ച് ലോൺ കയറും. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി സെലേറിയോ ആണ്. മാനുവൽ ആണ്. ഓക്കെ. മോഡൽ 2015 ആണ്. 15 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. കമ്പനി സർവീസ് ആണ്. 55,000 കിലോമീറ്റർ. വണ്ടിയൊക്കെ നീറ്റ് ആണല്ലേ? ടയർ കണ്ടീഷൻ ഒരു എബോവ് 60 ഉണ്ടെന്ന് പറയാം. 50ക്ക് മേലുണ്ട്. സീറ്റ് ഈ കാണുന്ന ഒരു ക്വാളിറ്റി, ചെറിയൊരു അഴുക്കുണ്ട്. ക്ലിയർ കൊടുക്കും അല്ലേ? അപ്പോൾ ഒരു നല്ല വൃത്തിയായി തരും. ഒരു പൈനിയറിന്റെ സ്റ്റീരിയോ സിസ്റ്റം ഇരിപ്പുണ്ട്, പിന്നെ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഇത് VXi അല്ലേ? സെലേറിയോ VXi മാനുവൽ ആണ്. മൈലേജ് 18 റേഞ്ച് വരും. വണ്ടി കുഴപ്പമില്ല, കണ്ടീഷൻ. കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ക്ലീൻ വണ്ടി. എത്രയ്ക്ക് കൊടുക്കാം? 3.50 കൊടുക്കാം. 3.5 ആസ്കിങ്. എത്രയ്ക്ക് ലോൺ കൊടുക്കും? ലോൺ നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 2.90. ചെറിയൊരു പൈസ കൊടുത്ത വണ്ടി ഇറക്കാം. നിങ്ങൾ നെഗോഷ്യബിൾ ആണല്ലോ? ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പൊ അടുത്ത വണ്ടി റിറ്റ്സ് ഡീസൽ ആണ്. 2010 റിറ്റ്സ് ആണ്. ഡീസൽ വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. പക്ഷെ വണ്ടി റീ ആണ്. കേരള വണ്ടി ആണെങ്കിലും സിംഗിൾ ആണ്. ഓക്കെ, റീ വണ്ടിയാണ്, പക്ഷേ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പുള്ളി തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളമായിട്ട് മാറ്റി വേറെ നമ്മുടെ സ്റ്റേറ്റ് മാറിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയത്. ഓക്കെ, അങ്ങനെയാണ്. രജിസ്ട്രേഷൻ മാത്രം റീ ആയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 94 ആണ്. 94 കിലോമീറ്റർ. VDI അല്ലേ? VDI ആണ്. സ്വിഫ്റ്റ് ഡീസൽ വണ്ടി, VDI ആണ് വേരിയന്റ് വരുന്നത്. ഒരു വണ്ടിയുടെ ചെറിയ പഴക്കമുണ്ട്, വർഷത്തിന്റെ പഴക്കങ്ങളുണ്ട്, പിന്നെ ചെറിയ മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഡീസൽ പക്ഷെ മൈലേജ് വന്നിട്ട് 22-23 കിട്ടും. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ഒരു കുഴപ്പമില്ല അല്ലേ? ഡീസൽ വണ്ടി ആ സമയത്തുള്ള വണ്ടികളൊക്കെ കുഴപ്പമില്ല. അപ്പൊ 2010 റിറ്റ്സ് ഡീസൽ എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 2.25 കൊടുക്കാം. 2.25 കൊടുക്കാം. ഇത് ലോൺ കയറുമോ? ലോൺ നമുക്ക് ചെയ്യാം, 1 വർഷത്തേക്ക് ചെയ്യാം. പക്ഷെ നല്ല അടവ് വരും. 1 വർഷം കൊണ്ട് മാക്സിമം റെഡി ക്യാഷ് എടുക്കാൻ നല്ലതല്ലേ? പക്ഷെ VDI ആണെങ്കിലും ഇതില് വരുന്നുണ്ട്. ശരി, അടുത്തോണ്ട് നോക്കാം. അടുത്ത വണ്ടി ഫിയറ്റ് അവഞ്ചൂറ. കുറച്ച് റെയർ വണ്ടി എന്ന് പറയുന്നത് അങ്ങനെ കിട്ടാനില്ല. ഡീസൽ അല്ലേ? ഡീസൽ മാനുവൽ സിംഗിൾ ഓണർ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 62,000. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഡൈനാമിക്. ഓക്കെ. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ഇത് വണ്ടി വലിയ കുഴപ്പമില്ല, ആവറേജ് കണ്ടീഷൻ ആണല്ലേ? എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്?
എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനെല്ലാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലല്ലോ. ഇല്ല. സർവീസ് പുറത്തായിരിക്കുമല്ലോ? പുറത്തായിരിക്കും. കാരണം ഇതിന്റെ പറയില്ല. അപ്പം ടോപ്പ് എൻഡ് വണ്ടിയാണ്. സീറ്റ് ഇന്ത്യയിലെ കാലം വൃത്തിയുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൃത്തിയുണ്ട്. ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. വർക്ക് ചെയ്യണോ ബ്രോ? വർക്ക് ആണല്ലേ? മേളിൽ കാണിച്ചാൽ മറ്റേ ഇതൊക്കെയോ അതിന്റെ മേലുള്ള അവർ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ? അല്ല, അതല്ല, ചുമ്മാ എന്തുകൊണ്ടത് മറ്റേ വർക്ക് നോക്കിയന്തോ എന്താ സാധനം അത്? അതൊക്കെ വർക്ക് ചെയ്യുമോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഫിയറ്റ് അവഞ്ചൂറ എങ്ങനെ കൊടുക്കാം? നമുക്കൊരു 3.4 കൊടുക്കാം. 3.4. ഡീസലാണ്, സിംഗിൾ ഓണറാണ്. ലോൺ കയറില്ലല്ലോ? ലോൺ കയറത്തില്ല. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡീസലാണ്. ഡീസലാണ്. മോഡലോ? 2016 ആണ്. 16 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ, 60,000 കിലോമീറ്റർ. ഓക്കെ. വണ്ടി വാഷ് ചെയ്തിട്ടില്ല, ഇപ്പൊ ജസ്റ്റ് വീഡിയോ എടുത്തോണ്ട് വന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ? സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്രയാന്ന് പറഞ്ഞു? 60,000 കിലോമീറ്റർ. കമ്പനി സർവീസാ പുറത്താണോ? കമ്പനി സർവീസ്. വാഷ് ചെയ്തെടുത്താൽ മതി അല്ലേ? ഡീസലാണ്. ഡീസലാകുമ്പോൾ നല്ല മൈലേജ് ഉണ്ട്. ഓക്കെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. സ്വിഫ്റ്റ് ഡീസൽ നല്ല ഡിമാൻഡ് ആണല്ലേ വണ്ടി? അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വണ്ടി, നല്ല മൈലേജ് കിട്ടും, നല്ല അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. എത്ര കൊടുക്കാം? ഒരു 5.70 കൊടുക്കാം. 5.70 ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണല്ലോ? ലോൺ എത്രയായിരുന്നു? നമുക്കൊരു 5 രൂപ, 5.15 ആ റേഞ്ച്. 5.15. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി XL6 ആണ്, മാരുതി സുസുക്കിയുടെ. ഇതൊന്ന് 2021 വണ്ടി, സിംഗിൾ ഓണർ, 14,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് പെട്രോൾ ആണ്. ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ്. ഇത് വേരിയന്റ് ടോപ്പ് എൻഡ് ആണ്. വേരിയന്റ് ഒന്നിന് സീറ്റ്. വണ്ടി നീറ്റ് ആണ്, വേറെ ഒന്നും പറയാനില്ല. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. XL6 ക്ലീൻ വണ്ടി. ഇത് ഈ വണ്ടി കണ്ടിട്ട് വേറെ ഒന്നും ചോദിക്കാനില്ല, കാരണം വണ്ടി നീറ്റ് ആയിരിപ്പുണ്ട്. ഒരു ചെറിയ മൈനോട്ട് സ്ക്രാച്ചസ് പോലും ഇല്ല, നീറ്റാണ്. ബ്രോ, ഈ വണ്ടി മൈലേജ് എങ്ങനെ വരും ഹൈബ്രിഡ് ആകുമ്പോൾ? നമുക്കത് ഓപ്ഷനിലാണ്. ലോങ് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സിറ്റി റൈഡ് നമുക്കൊരു 13, 14 നോക്കി. ലോങ് പോകുമ്പോൾ കുറച്ചൊരു വ്യത്യാസം വരും. ഇന്ത്യയുടെ കണ്ടീഷനൊക്കെ നീറ്റാണ്. ഇവിടെ ഒരു അഡീഷണൽ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റൂഫ് ഫേസ് വരുന്നുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ചെറിയ അഴുക്ക് പോലും ഒന്നും ഇല്ലല്ലേ? നീറ്റായിരിപ്പുണ്ട്, ഒന്നും പറയാനില്ല. അത്രയും പെർഫെക്റ്റ് കണ്ടീഷനാണ്. ടച്ച് സ്ക്രീൻ അഡീഷൻ ചെയ്താണ് ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറയും ചെയ്തിട്ടുണ്ട്. കൺട്രോൾസ് വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഒന്നും പറയാനില്ല. അലോയ്സ് വരുന്നുണ്ട്. അപ്പം XL6 നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ വണ്ടിയാണല്ലേ ഇത്? KL01 ട്രിവാൻഡ്രം വണ്ടിയാണ്. നമ്പർ വന്നിട്ട് 3001. അപ്പൊ ഇതെങ്ങനെ പ്രൈസ്? നമുക്ക് പ്രൈസ് വന്നിട്ട് 12.70 വരും. 12.70. പുതിയ വണ്ടിക്ക് നല്ല വില ഉണ്ടാവും? കുറച്ച് വണ്ടിക്ക് വിലയുണ്ട്, എന്തായാലും സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 11-12 അടുപ്പിച്ച് ചെയ്യാൻ പറ്റും. ശരി. അപ്പം ഇതും 5 ലക്ഷം 5 വർഷം കിട്ടും അല്ലേ? 5 വർഷം കിട്ടും. അടുത്തോണ്ട് നോക്കാം. ഡസ്റ്റർ അല്ലേ? റെനോൾട്ട് ഡസ്റ്റർ ആണ്. ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക് ഡീസലാണ്. ഇത് ഓട്ടോമാറ്റിക്കിന്റെ വൻപൻ കളക്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ. അലോയ്സ് എല്ലാം വരുന്നുണ്ട്. RXZ ആണ്. ഓക്കെ. ടോപ്പ് എൻഡ് ഉണ്ട് അല്ലേ? ടയർ കണ്ടീഷൻ ഒക്കെ അടിപൊളിയാണ്, ഒരു നല്ല കണ്ടീഷൻ അല്ലേ? വണ്ടി നല്ല കണ്ടീഷനാണ്. വണ്ടി മോഡൽ ഏതായത്? 2016 ആണ്. 2016 വണ്ടി. 16 ഓട്ടോമാറ്റിക് ഡീസൽ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ, 70,000 കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ്. ഷോറൂം സർവീസ് ആണല്ലോ? ഷോറൂം സർവീസ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. ഓക്കെ. വണ്ടി ടച്ച് സ്ക്രീനൊക്കെ അത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, കാരണം ടോപ്പ് എൻഡ് വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. പവർ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഡസ്റ്റർ ഡീസൽ ഓട്ടോമാറ്റിക്കിന് മൈലേജ് എങ്ങനെ വരും? 16-17 റേഞ്ച് കിട്ടും. CVT ആയിരിക്കില്ല ഗിയർ ബോക്സ്? CVT അല്ല, AMT ആണ്. ഗിയർ ബോക്സ്. ഓ. അപ്പം പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് വന്നിട്ട് 7.5 വരും. 7,50,000 രൂപ. അപ്പം ലോൺ നമുക്കൊരു 6.25 വരെ ലോൺ ചെയ്യാം. മോഹിത വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ശരി, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ശരി, ഓക്കെ.